എനിക്കൊന്ന് കേരളീയ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടിയുള്ള കാര്യമായി ഇടപെടൽ ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ് എന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു എനിക്ക് തോന്നി. അത്ര പെരുമാറ്റത്തിൽ ലാളിത്യവും നല്ല ദീർഘവീക്ഷണമുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഷംസീർ വയലിൽ. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ സമൂഹത്തിൽ ഇടപെടുത്തും, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് അദ്ദേഹം എന്നെ ചീത്ത വിളിക്കുന്നുണ്ടാവും. താങ്ക് യു ഡോക്ടർ ഷംസീർ വയലിൽ. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, മുഖ്യമന്ത്രിയുടെ സ്വകാര്യമായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ സംസാരിച്ച ഒരു കാര്യം, അതായത് വളരെ താമസിയാതെ തന്നെ ഈ നമ്മുടെ അമ്മമാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും വളരെ ആശങ്കയുണ്ടാക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെയും ഈ അക്രമത്തിൻ്റെയും ചോരക്കൊതിയുടെയും നാളുകൾ അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അണിചേർന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ കഴിയും. 40 ദിവസം കൊണ്ടോ ഒരു 1.5 വർഷം കൊണ്ടോ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. അവസാനത്തെ ചോര കൊതിയനെയും നമുക്ക് തകർത്തെറിയണമെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷേ ഒഴുകുന്ന MDMA നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അത് നമ്മളിനി ഇത് മാറ്റിവെക്കാൻ പാടില്ല. അതിനുള്ള താമസിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ പോലീസ് സേനയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ അതുള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ 30 ദിവസം 14 ജില്ലകളിലൂടെ കേരളത്തിലെ മിക്ക താലൂക്കുകളിലൂടെ സാധാരണക്കാരെയൊക്കെ കണ്ട് അമ്മമാരെയൊക്കെ കണ്ട് അവരുടെ സന്നിധി വഴിയൊക്കെ കടന്ന് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ശാസ്ത്രീയമായി ഒരു പഠനം നടത്തി പ്രൊഫഷണലായിട്ട് ഒരു സ്കോളർലി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ആ റിപ്പോർട്ടിൽ കാര്യമാത്ര പ്രസക്തമായ കാര്യമുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ഇത് ധീരമായൊരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു അവർ ഡിയർ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ഈ ഒരു പ്രതിജ്ഞ ലോകമെമ്പാടും തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല വീടുകളിലും ഇന്ന് ഈ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ഈ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ പ്രതിജ്ഞയുടെ ഭാഗമാകാം. ഇതിലൂടെ നമ്മൾ കേരളത്തിലെ ഹനിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയൊരു മാരക വിപത്തിനെതിരെ അണിചേരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. നമ്മുടെ ആളുകളെല്ലാം വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് തുടങ്ങാം. അപ്പോൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. എല്ലാവരും പെട്ടെന്ന് ഇത് നമുക്ക് അവസാനിക്കും. വീടുകളിലൊക്കെ ഇരുന്ന് തന്നെ നിങ്ങളിത് ചൊല്ലുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് കേരളത്തിൽ വരുത്തേണ്ട മാറ്റം വളരെ പ്രധാനമാണ്. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ലഹരി മാഫിയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ വരെ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. ഹോസ്റ്റൽ മുറികൾ വരെ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു.